Hi, welcome back. It's me, Tanzira from Rich Siju. Today, I want to discuss about a new subject. It is meant for the third semester BCOM BBA students, and the subject name is Advanced Accounting. Then, the subject consisting of many modules. Today I want to go through the royalty accounts module. Royalty accounts. It is one of the chapter under advanced accounting for the commerce students. So what is royalty accounts? Royalty. What do you mean by royalty? Can you heard this term before? Royalty. Suppose royalty means the owner of an asset has a legal right to use his asset. Obviously, the owner of a property has a right to use his own property. For example, the author of a book has a right to publish his book, and the producer of a product has a right to produce or sell an item invented by him. Likewise, the inventor of a product has a right to invent the item invented by him. Likewise, the owner of a property has a right to use his property. So in connection with this kind of example, we may heard the term royalty. സാധാരണയായി ഒരു ഓണർക്ക് അവരുടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അവരുടെ ലീഗൽ റൈറ്റ് ആയിക്കോട്ടെ, അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഇൻവെൻറ്റ് ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, അത് അയാളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഏതൊരു ഓണർക്കും അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ റോയൽറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുക? ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if the owner does not want to use that right himself, he may allow another party to use that legal right in return for a consideration. Suppose if the owner is not like to use his own right of using the product invented by him or produced by him, he may sometimes transfer such kind of right to another party for a third party in return for a consideration. അതായത് ഇപ്പോൾ ഓണർക്ക് താൻ ഉപയോഗിച്ച, താൻ ഇൻവെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ താൻ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഉള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് അയാൾ യൂസ് ചെയ്യുന്നില്ല, അയാൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. വേറെ അത് പ്രൊഡ്യൂസ് ചെയ്തത് അയാളാണ്, പക്ഷേ അയാൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അയാൾക്കൊരു ഏക്കർ സ്ഥലമുണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, അത് അയാളുടെ സ്വന്തം സ്ഥലമാണ്, അത് അയാളാണ് അതിൻ്റെ ഓണർ. അയാൾ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ലാൻഡ് അയാൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ആ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു യൂസ് ദ ലാൻഡാണ്. അപ്പോൾ ആ ലാൻഡ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് അയാൾ, ആ ഓണർ, വേറൊരാൾക്ക് തേർഡ് പാർട്ടിക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരാൾക്ക് മീൻസ് തേർഡ് പാർട്ടിക്ക് അയാളത് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ തേർഡ് പാർട്ടി ഒബ്വിയസ്ലി അത് യൂസ് ചെയ്യുമ്പോൾ ആ തേർഡ് പാർട്ടി ആർക്ക്, ഓണർക്ക് എന്ത് കൊടുക്കണം? ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള റിട്ടേൺ തേർഡ് പാർട്ടി ആ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ഈ റിട്ടേണിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഭാഷയിൽ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റോയൽറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മൊഡ്യൂൾ പഠിക്കുന്നത്. അപ്പോൾ റോയൽറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ടെക്സ്റ്റ് മീനിങ് അല്ല, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു ഓണർക്ക് അയാളുടെ പ്രോപ്പർട്ടി
യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, കുറേ റൈറ്റ് അയാൾക്കുണ്ട്. അയാളത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആ റൈറ്റ് അയാൾ എൻജോയ് ചെയ്യാതെ വേറൊരാൾക്ക് തൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ ആ യൂസ് ചെയ്ത ആൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൺസിഡറേഷൻ, അതായത് മുൻകൂട്ടി ഈ രണ്ടാൾക്കാരും തമ്മിലും ആ പ്രോപ്പർട്ടീൻ്റെ ഓണറും ആരാണോ അത് യൂസ് ചെയ്യുന്നത് ഇവർ രണ്ടാളും തമ്മിൽ എഗ്രിമെൻ്റ് ഫലമായിട്ട് ഒരു എമൗണ്ട് അയാൾ ഇയർലി അല്ലെങ്കിൽ പീരിയോഡിക്കലി ഒരു എമൗണ്ട് ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ആ എമൗണ്ടിനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഭാഷയിൽ പറഞ്ഞാൽ റോയൽറ്റി. അപ്പോൾ നമുക്കിനി മീനിങ്ങിലേക്ക് പോവാം. സോ റോയൽറ്റി ഈസ് എ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഫോർ ദ യൂസ് ഓഫ് സർട്ടൻ പ്രോപ്പർട്ടി ഓർ റൈറ്റ്. It's a periodical payment for the use of certain property or right, and it is given by whom? It is given by the person use the property to the owner of the property. ആ പ്രോപ്പർട്ടി ആരാണോ യൂസ് ചെയ്തത് അയാൾ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ആ പ്രോപ്പർട്ടീൻ്റെ ഓണർക്ക് കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെൻറ്റിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കും ആരാണോ ഓണർ ഇവർക്ക് രണ്ടാൾക്കും നമ്മൾ അക്കൗണ്ടിങ് ഭാഷയിൽ 2 പേരുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പേഴ്സൺ ഹൂ മേക്സ് ദ പേയ്മെൻറ്റ് ഫോർ ദ യൂസ് ഓഫ് എൻ അസെറ്റ് ഓർ റൈറ്റ് ഇസ് കോൾഡ് ദ ലെസ്സി ഓർ ടെനൻറ്റ്, and the owner of the asset to whom payment is made is called landlord or lessor. അപ്പോൾ ആ പ്രോപ്പർട്ടീൻ്റെ ഓണർ പറയുന്ന പേര് ലാൻഡ് ഓർ ലെസ്സർ. ഇനി ആ പ്രോപ്പർട്ടീൻ്റെ മേലെ ആ പ്രോപ്പർട്ടി ആരാണോ അത് യൂസ് ചെയ്യുന്നത് അയാൾ പറയുന്ന പേരാണ് ടെനൻറ്റ് ഓർ ലെസ്സി. അപ്പോൾ ദി പേഴ്സൺ ഹൂ മേക്സ് ദ പേയ്മെൻറ്റ്, ഇപ്പോൾ ഇവിടെ ആരാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? ലെസ്സർക്കാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. കാരണം ലെസ്സറുടെ പ്രോപ്പർട്ടി ലെസ്സിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ലെസ്സർക്ക് ഒരു പീരിയോഡിക്കൽ പേയ്മെൻറ്റ്, ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ആ എമൗണ്ടിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട്, റോയൽറ്റി ഈസ് എ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഫോർ ദ യൂസ് ഓഫ് സർട്ടൻ പ്രോപ്പർട്ടി ഓർ റൈറ്റ് ഗിവൺ ബൈ ദ ലെസ്സി ഓർ ടെനൻറ്റ് ടു ദി ലാൻഡ് ലോഡ് ഓർ ലെസ്സർ. This amount is called by the name royalty. Clear? Am I right? So once again, royalty is a periodical payment given by the lessee to the lessor for the use of certain property or right. This amount is called royalty amount, and the person who makes the payment for the use of an asset or right is called the lessee, and the owner of the property to whom the payment is made is called the landlord or lessor. So obviously royalty is an agreement between the lessor and lessee. അപ്പോൾ ലെസ്സറും ലെസ്സിയും തമ്മിലൊരു എഗ്രിമെൻ്റാണ് റോയൽറ്റി. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള കൺസിഡറേഷൻ പീരിയോഡിക്കലി ആയിട്ട് ലെസ്സർക്ക് കൊടുക്കണം. ആ കൺസിഡറേഷനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോയൽറ്റീൻ്റെ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽസ്. ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലാൻഡ് കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലെസ്സറുടെ ഒരു 2 acres ഓഫ് ലാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലാൻഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ വർഷത്തിൽ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എത്രയാണോ ആ ഔട്ട്പുട്ടിൻ്റെ ഇത്ര ഒരു പെർസെൻറ്റേജ് എമൗണ്ട് ഞാൻ ലെസ്സർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ലാൻഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിൽ ചെയ്ത് കിട്ടിയ എമൗണ്ടിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് എമൗണ്ട് ഞാൻ പീരിയോഡിക്കലി ആയിട്ട് ലെസ്സർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് റോയൽറ്റീൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ റോയൽറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽ. So once again, coming to the meaning of royalty, royalty is a periodical payment for the use of certain property or right given by the lessee to the lessor. Clear? So royalty is usually calculated on the basis of output or sale. Clear? If it is payable on output, ഇപ്പോൾ ഔട്ട്പുട്ടിൻ്റെ മേലെയാണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ the royalty is regarded as the cost of production and it is charged to the trading account. അതായത് നമ്മളിപ്പോൾ ഔട്ട്പുട്ടിൻ്റെ മേലെയാണ് റോയൽറ്റീൻ്റെ എമൗണ്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ചാർജ്ഡ് ടു ദ
ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് എക്സ്പെൻസൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഇറ്റ് ഈസ് ചാർജ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പേയബിൾ ഓൺ സെയിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ മേലെയാണ് നമ്മൾ റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ചാർജ് ചെയ്യും. ഇനി അതർവൈസ് നമ്മൾ സെയിൽസിൻ്റെ മേലെയാണ് നമ്മൾ റോയൽറ്റീൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സെല്ലിംഗ് എക്സ്പെൻസസ്. അത് സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആൻഡ് സോ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസിൻ്റെ മേലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. മാത്രമല്ല അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. വേറാസ് അത് ഔട്ട്പുട്ടിൻ്റെ മേലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യുകയും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് അത് ചാർജ് ചെയ്യുകയും ചെയ്യും. Thus, royalty is considered as, or royalty account as a nominal account. Remember, royalty account is a nominal account. This question may be asked in the university exam. Royalty account is a dash account. Royalty account is a nominal account. Why so? Royalty account is considered as a nominal account because royalty is calculated both on the basis of output or sale. If it is calculated on the basis of output, it is considered as cost of production and it is shown on the trading account. And if it is calculated on the basis of sales, it is considered as a selling expenses and thereby it is debited to the profit and loss account. That's why royalty account is considered as a nominal account. Am I right? Clear? So what is royalty എന്ന് നമ്മൾ പഠിച്ചു. ദെൻ റോയൽറ്റി എന്ത് അക്കൗണ്ട് ആണെന്ന് പഠിച്ചു. ഏതിൻ്റെ മേലെയാണ് റോയൽറ്റീൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യലെന്ന് പഠിച്ചു. അപ്പോൾ ഈ റോയൽറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് നമ്മൾ അതിൻ്റെ മീനിങ് അറിയാനുണ്ട്, എന്നാലേ നമുക്ക് പ്രോബ്ലം സൈഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ടേം ഈസ് ദാറ്റ് മിനിമം റെൻറ്റ്. It is otherwise known as dead rent. It is otherwise known as sleeping rent. It is otherwise known as flat rent. അപ്പോൾ എന്താണ് മിനിമം റെൻറ്റ്, അല്ലെങ്കിൽ ഡെഡ് റെൻറ്റ്, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് റെൻറ്റ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Listen. So minimum rent means it is the guaranteed amount which the landlord is to receive irrespective of the production or sales in a particular period. Once again, minimum rent is the guaranteed amount which the landlord is to receive irrespective of the production or sale in a particular period. അതായത് നമ്മളാണോ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായത്, എത്രയാണോ നമുക്ക് സെയിൽ ഉണ്ടായത്, അതവിടെ കൺസിഡർ ചെയ്യേണ്ട. ഇറസ്പെക്റ്റീവ് അത് നമ്മൾ ബോധർ ചെയ്യേണ്ട. പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിലും സെയിൽ നടന്നിട്ടില്ലെങ്കിലും നമ്മൾ ഒരു ഓണറുടെ അല്ലെങ്കിൽ ലാൻഡ് ലോഡിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് എപ്പോഴും ആർക്ക് കൊടുത്തിരിക്കണം? ലാൻഡ് ലോഡിന് കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു എമൗണ്ടിനെയാണ് മിനിമം റെൻറ്റ് അല്ലെങ്കിൽ ഡെഡ് റെൻറ്റ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് റെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിനോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മീൻസ് ലെസ്സിക്ക് അതിനെക്കൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടോ, സെയിൽ നടത്താൻ പറ്റിയിട്ടുണ്ടോ എന്നത് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ എന്ത് കൊടുത്തിരിക്കണം? ആ ലാൻഡ് സ്ലീപ്പിംഗ് കണ്ടീഷൻ ആയാൽ പോലും നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ലെസർക്ക് കൊടുക്കണം. ആ ഗ്യാരണ്ടീഡ് എമൗണ്ടിൻ്റെ പേരാണ് മിനിമം റെൻറ്റ്. മനസ്സിലായോ? സോ in order to assure a regular or certain income to the landlord and lessee makes an agreement. In that agreement, there mentioned a minimum periodical amount that the landlord will receive from the lessee even if the actual royalty is less than the such minimum amount. അതായത് നമ്മൾക്കിപ്പോൾ ആക്ച്വൽ റോയൽറ്റി നമ്മളിപ്പോൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ പീരിയോഡിക്കലി ഒരു മിനിമം എമൗണ്ട് മിനിമം എമൗണ്ട് അല്ല, ഒരു പീരിയോഡിക്കൽ പേയ്മെൻറ്റ് നേരത്തെ പറഞ്ഞ റോയൽറ്റീൻ്റെ മീനിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മിനിമം പീരിയോഡിക്കൽ എമൗണ്ട് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ലെസർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ 5 വർഷത്തേക്കാണ് നമ്മളൊരു പ്രോപ്പർട്ടി ലീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇയർ നമ്മൾക്കിപ്പം നമ്മൾ കൊടുത്ത റോയൽറ്റീൻ്റെ എമൗണ്ട് സേ ഒരു 10,000 ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും ആ റോയൽറ്റീൻ്റെ എമൗണ്ട് 10,000-നേക്കാളും കുറഞ്ഞു പോയി. അപ്പോൾ
നമ്മൾ ആ 10,000-നേക്കാളും കുറഞ്ഞു പോയാലും നമ്മൾ ആദ്യ എഗ്രിമെൻറ്റിൽ നമ്മൾ മീൻസ് ലെസറും ലെസ്സിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ ഇത്ര ഒരു എമൗണ്ട് മിനിമം റെൻ്റായിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞ് നമ്മളൊരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആക്ച്വൽ റോയൽറ്റി അവിടെ കുറവാണോ കൂടുതലാണോ എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ആ പറഞ്ഞ എമൗണ്ട് കൊടുത്തിരിക്കണം. സോ ഇത് ശരിക്കും ലാൻഡ് ലോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ടാണ്. അയാൾക്ക് ലെസ്സി അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ സെയിൽ നടത്തുന്നുണ്ടോ എന്നത് ബോധർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. സോ ഇൻ ഓർഡർ ടു assure a regular income to the landlord and lessee agrees upon the minimum periodical amount that the landlord will receive from the lessee even if the actual royalty is less than such minimum rent. So this assured and mutually agreed minimum amount is known as minimum or dead rent. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ടിനെ പറയുന്ന പേരാണ് ലെസ്സി ലെസർക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ടിനെ പറയുന്ന പേരാണ് മിനിമം റെൻ്റ് എന്ന് പറയുന്നത്. സോ ലെസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അയാൾക്കൊരു നഷ്ടമായിരിക്കും. കാരണം ചില സമയം അയാൾക്ക് അത്രക്ക് ആ ലാൻഡിനെ കൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെ ലെസർ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഗ്യാരണ്ടീഡ് എമൗണ്ട് എപ്പോഴും റെഗുലർലി കിട്ടുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. അതാണ് മിനിമം റെൻറ്റ്. ക്ലിയർ? ഇനി നമുക്ക് വരാൻ പോകുന്ന പ്രോബ്ലത്തിലൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ ഈ മിനിമം റെൻറ്റ് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ എന്താണ് മിനിമം റെൻറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദ നെക്സ്റ്റ് ടേം ആണ് ഷോർട്ട് വർക്കിംഗ്. എന്താണ് ഷോർട്ട് വർക്കിംഗ്? സോ എന്താണ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ? In simple sense, for 1 mark, it is excess of minimum rent or actual royalty paid to the landlord. It is excess of minimum rent over actual royalty paid to the landlord is called the short working. അതായത് നമ്മൾ ആക്ച്വൽ റോയൽറ്റീൻ്റെ എമൗണ്ട് എത്രയാണോ മിനിമം റെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണോ, അപ്പോൾ ആക്ച്വൽ റോയൽറ്റീനെ വെച്ച് നോക്കുമ്പം മിനിമം റെൻറ്റിൻ്റെ എമൗണ്ട് എത്രക്കാണ് കൂടുതലുള്ളത്, ആ എത്രയാണോ എക്സസ് വരുന്നത് ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. സോ അതിന് ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് വർക്കിംഗ് ഈസ് ഈക്വൽ ടു മിനിമം റെൻറ്റ് മൈനസ് റോയൽറ്റി. That is, excess of minimum rent or actual royalty paid to the landlord is called short working. Normally, such short working is allowed to be recovered by the lessee, and as such it is called redeemable dead rent. It is otherwise known as short working is otherwise known as redeemable dead rent. Why so? Because short working is allowed to be recovered by the lessee. Normally, such short working is allowed to be recovered by the lessee, and as such it is called redeemable dead rent. For example, in other words, short working is a kind of advance rent paid and is therefore shown on the asset side of the balance sheet as a current asset ഓഫ് ദ ലെസ്സി ടിൽ ഇറ്റ് ഈസ് റീകൂപ്ഡ്. എപ്പോഴാണോ ആ ഷോർട്ട് വർക്കിംഗ് നമ്മൾക്ക് റീകൂപ്പ് ചെയ്യാൻ മീൻസ് എപ്പോഴാണോ നമുക്ക് തിരിച്ച് കിട്ടുന്നത് അതുവരെ ഈ എമൗണ്ട് അസറ്റ് സൈഡിൽ നമ്മൾ കറണ്ട് അസറ്റായിട്ട് നമ്മൾ കാണിക്കും. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അഡ്വാൻസ് റെൻറ്റ് പെയ്ഡ്. ഒരു അഡ്വാൻസ് റെൻ്റാണ് ഈ മിനിമം റെൻ്റ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് മിനിമം റെൻറ്റ് ഓവർ ആക്ച്വൽ ലയബിലിറ്റി. ഈ ക്വസ്റ്റ്യനും 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ആക്ച്വൽ റെൻറ്റ് ഓവർ excess of actual rent over excess of minimum rent over royalty. റോയൽറ്റീൻ്റെ എമൗണ്ടിനേക്കാളും മിനിമം റെൻറ്റിൻ്റെ എമൗണ്ട് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ റോയൽറ്റി ഒരു 10,000 ആണ്, മിനിമം റെൻറ്റ് ഒരു 12,000 ആണെങ്കിൽ ആ എക്സസ് വരുന്ന 2,000 ആണ് അവിടുത്തെ ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അഡ്വാൻസ് റെൻ്റാണ്. അതുകൊണ്ടാണ് ഇത് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റായിട്ട് ഷോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ടേം ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 2 ടേം ഇതാണ് ഷോർട്ട് വർക്കിംഗ്, മിനിമം റെൻറ്റ്. പിന്നെ റോയൽറ്റി എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി എങ്ങനെയാണ് റോയൽറ്റി ടേബിൾ വരിക? കമ്മിങ് ടു ദ പ്രോബ്ലം സൈഡ്,
എങ്ങനെയാണ് ഒരു റോയൽറ്റി ടേബിൾ വരക്കുക. അതിന് മുമ്പിലെ റോയൽറ്റി ടേബിളിൻ്റെ ഫോമാറ്റ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന് മുമ്പിലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് പറയാനുണ്ട്. ഈ പറയുന്ന ഷോർട്ട് വർക്കിംഗ് നമുക്കത് റീകൂപ്പ് ചെയ്യാം, തിരിച്ചു പിടിക്കാൻ പറ്റും. 2 രീതിയിൽ റീകൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ മെത്തേഡ്സാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് റോയൽറ്റി ടേബിൾ പറയാം. സോ എന്താണ് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഷോർട്ട് വർക്കിംഗ് ഈസ് എ ലോസ് ടു ദ ലെസ്സി. ആം ഐ റൈറ്റ്? ഷോർട്ട് വർക്കിംഗ് ഈസ് എ ലോസ് ടു ദ ലെസ്സി. എന്താണ്? അതായത് അയാൾക്ക് കിട്ടുന്ന റോയൽറ്റി, അയാൾ കൊടുക്കുന്ന റോയൽറ്റി എമൗണ്ടിനേക്കാളും കുറഞ്ഞ ഒരു എമൗണ്ട് ഷോർട്ട് വർക്കിംഗ്, അത് ലെസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അത് ലോസാണ്. അപ്പോൾ ആ ലോസ് അയാൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ റിക്കവർ ചെയ്യാനുള്ള മെത്തേഡ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആക്ച്വലി ഷോർട്ട് വർക്കിംഗ് ഈസ് എ ലോസ് ടു ദ ലെസ്സി, ബട്ട് ദി ലാൻഡ് ലോഡ് മേ പെർമിറ്റ് ദ ലെസ്സി the right to carry forward and adjust these losses against the surplus of royalty in subsequent years. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു വർഷം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 ഇയേഴ്സിനാണ് നമ്മളൊരു ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വർഷം ലെസ്സിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തെ റീകൂപ്പ് ചെയ്യാൻ ലാൻഡ് ലോഡ് ഒരു പെർമിഷൻ കൊടുക്കും. അതായത് ദ ലാൻഡ് ലോഡ് മേ പെർമിറ്റ് ദ ലെസ്സി ദ റൈറ്റ് ടു ക്യാരി ഫോർവേഡ് ആൻഡ് അഡ്ജസ്റ്റ് ദ ലോസസ്. അപ്പോൾ ഇപ്പം 2000, 2001, 2002, 2003, 2004 ആ ഒരു കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 5 ഇയേഴ്സാണ് നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഫസ്റ്റ് ഇയർ 2000 നമ്മൾക്ക് പിന്നെ ലോസൊന്നുമില്ല, സെക്കൻഡ് ഇയർ 2001 നമുക്ക് ലോസാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ലോസ് ഇനി വരാൻ പോകുന്ന കമ്മിങ് ഇയേഴ്സിലുള്ള സർപ്ലസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളൊരു പെർമിഷൻ ലാൻഡ് ലോഡ് ലെസ്സിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പെർമിഷൻ കൊടുക്കുന്നത് 2 രീതിയിലാണ്. അതാണ് മെത്തേഡ്സിൽ പറയുന്നത്. This right to recover the excess payment made in earlier years is called the right of recoupment of short working. That is, actually short working is a kind of loss to the lessee, but the landlord may give permission to carry forward and adjust these losses against the coming surplus. അപ്പോൾ വരാൻ പോകുന്ന ഇയേഴ്സിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ ആ എല്ലാ സർപ്ലസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് അതിന് മുമ്പേ ഉള്ള വർഷത്തിൻ്റെ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉള്ളൊരു പെർമിഷൻ ലാൻഡ് ലോഡ് ലെസ്സിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ്, ആ റൈറ്റിനെയാണ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ റൈറ്റ് 2 രീതിയിൽ കൊടുക്കാം ലാൻഡ് ലോഡിന്. മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള റൈറ്റ് ലാൻഡ് ലോഡിന് ലെസ്സിക്ക് 2 രീതിയിൽ കൊടുക്കാം. അതിനെയാണ് ഫിക്സഡ് മെത്തേഡ് of recoupment of short working and fluctuating method of recoupment of short working. It may be either fixed or fluctuating. So what do you mean by fixed right of recoupment of short working, and what do you mean by fluctuating right of recoupment of short working? So fixed right of recoupment of short working il the lessee may obtain the right to recoup the short working out of subsequent excess royalty within the first few years, say 3 or 4 years. അതായത് ദ ലെസ്സി മേ ഒബ്റ്റെയിൻ ദ റൈറ്റ്, ഈ റൈറ്റ് ആർക്ക് കൊടുക്കുന്നതാണ്? ലെസ്സിക്ക് കൊടുക്കുന്നതാണ്. സോ ഈ റൈറ്റ് ദ ലെസ്സി മേ ഒബ്റ്റെയിൻ ദിസ് റൈറ്റ് ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ് ഔട്ട് ഓഫ് ദ സബ്സീക്വൻറ്റ് എക്സസ് റോയൽറ്റി. അതായത് വരാൻ പോകുന്ന വർഷത്തിലുള്ള സർപ്ലസിൽ നിന്നും തൊട്ട് മുമ്പേയുള്ള വർഷത്തിൻ്റെ ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സസ് റോയൽറ്റി വിതിൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ രണ്ടാമത് എടുക്കുകയാണെങ്കിൽ, സേ 2000 സ്റ്റാർട്ടിങ് ഇയറിൽ ലോസാണ്. ഇപ്പോൾ വരാൻ പോകുന്ന കമ്മിങ് നെക്സ്റ്റ് 3 or 4 ഇയേഴ്സിൽ വരുന്ന മേ ബി, അത് നമുക്ക് പറയാൻ പറ്റില്ല, മേ ബി 2001, 2002, 2003 ഈ കമ്മിങ് വരുന്ന 3 ഇയേഴ്സിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ ആ സർപ്ലസിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് 2000 ഉണ്ടായ ലോസിനെ നമുക്ക് നികത്താൻ വേണ്ടി പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളൊരു റൈറ്റാണ് ലാൻഡ് ലോഡ് ലെസ്സിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് റേറ്റ് എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഫിക്സഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻ്റ് ആണോ ഫ്ലക്ച്വേറ്റിംഗ് റൈറ്റ് ഓഫ് റീകൂപ്മെൻ്റ് ആണോ എന്ന്
മനസ്സിലാക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാലേ നമ്മൾക്ക് റോയൽറ്റി ടേബിൾ വരക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ വിതിൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, ഫ്യൂ മീൻസ് ഐദർ 3 or 4 or 5. അപ്പോൾ വിതിൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റിനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. വിത്തിൻ ദ, അതുകൊണ്ട് ഞാൻ ആ ടേം അണ്ടർലൈൻ ചെയ്തത് വിത്തിൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, സേ 3 or 4 years. സോ ദിസ് റൈറ്റ് ഈസ് സെഡ് ടു ബി ഫിക്സഡ്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് നഷ്ടം, പിന്നെ വരാൻ പോകുന്ന 3 വർഷത്തിൽ നമുക്ക് ലാഭമാണെങ്കിൽ ആ വരാൻ പോകുന്ന 3 വർഷത്തെ ലാഭത്തിൽ നിന്നും ആദ്യം ഉണ്ടായ വർഷത്തിൻ്റെ നഷ്ടത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഫിക്സഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്ന് പറയുന്ന ടേം അവിടെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻ്റ് ആണ്. ഇനി അതർവൈസ് അങ്ങനെ പറഞ്ഞ തൊട്ട് ശേഷം വരുന്ന 3 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സർപ്ലസ് ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ് വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ്, ഇറ്റ് ഈസ് ടു ബി റിട്ടേൺ ഓഫ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ദ ലെസ്സി. അപ്പോൾ ഈ പറഞ്ഞ 3 വർഷത്തിലുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 2000 ലോസ് വന്ന് കമ്മിങ് ഇയേഴ്സ് 2001, 2002, 2003 ഈ കമ്മിങ് ഇയേഴ്സിൽ നമ്മൾക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ പിന്നെ ലോസ് നമുക്ക് നികത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ സർപ്ലസ് ആണ് ഉണ്ടെങ്കിൽ ആ സർപ്ലസിൻ്റെ എമൗണ്ട് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസിൽ എത്രയാണോ നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റാത്തത് അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ലെസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാം. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റീകൂപ്പ് വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ്, ഇറ്റ് ഈസ് ടു ബി റിട്ടേൺ ഓഫ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ദ ലെസ്സി. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫിക്സഡ് റേറ്റ് ഓഫ് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ വിത്തിൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ദ നെക്സ്റ്റ് ഫ്ലക്ച്വേറ്റിംഗ് റൈറ്റ് എങ്ങനെ വെച്ചാൽ വെൻ ദ ലെസ്സി ഹാസ് ദ റൈറ്റ് ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ് ഓഫ് എനി ഇയർ ഇൻ ദ നെക്സ്റ്റ് ഓർ ഫോളോയിങ് ദ സബ്സീക്വൻറ്റ് 2 or 3 years, ഇറ്റ് ഈസ് കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് റൈറ്റ്. ഫ്ലക്ച്വേറ്റിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ വെൻ ദ ലെസ്സി ഹാസ് ദ റൈറ്റ് ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ് ഓഫ് എനി ഇയർ ഇൻ ദ നെക്സ്റ്റ്, ഏതെങ്കിലും ഒരു ഇയറിൽ ഷോർട്ട് വർക്കിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ഓർ ഫോളോയിങ് സബ്സീക്വൻറ്റ് ഇയറിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും? ഇൻ ദ നെക്സ്റ്റ് ഓർ ഫോളോയിങ് ഓർ സബ്സീക്വൻറ്റ് എന്നുള്ള ടേം ഉണ്ടാവും. എന്താണ്? ഇൻ ദ നെക്സ്റ്റ് ഓർ, അതുകൊണ്ടാണ് ആ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്തത്. ഇൻ ദ നെക്സ്റ്റ് ഓർ ഫോളോയിങ് ഓർ സബ്സീക്വൻറ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് അവിടെ ഉണ്ടാവും. ആ കണ്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫോളോയിങ് ഓർ സബ്സീക്വൻറ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റും, വിതിൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫിക്സഡ് റേറ്റുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ്. ഇനി നമ്മൾക്ക് ഷോർട്ട് വർക്കിംഗ് റോയൽറ്റി ടേബിൾ നോക്കാം. സോ ഇതാണ് റോയൽറ്റി ടേബിൾ എന്ന് പറഞ്ഞാൽ. റോയൽറ്റി ടേബിൾ ഇതാണ്. ഇതിന് എത്ര കോളം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 കോളമുള്ള ഒരു ടേബിളാണ് റോയൽറ്റി ടേബിൾ. ഈ റോയൽറ്റി ടേബിൾ വരച്ചതിനാൽ തന്നെ നമ്മൾക്ക് ആൻസറിൻ്റെ ഒരു 95% ആയി. ദെൻ അത് നോക്കിയിട്ട് നമുക്ക് ജേർണൽ എൻട്രി എഴുതാൻ പറ്റും. സാധാരണ നമ്മൾ അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമ്മൾ ആദ്യം ജേർണൽ എൻട്രി പഠിപ്പിക്കുക, ദെൻ അക്കൗണ്ടിലേക്ക് പോവുക. പക്ഷെ ഇവിടെ ഞാൻ എളുപ്പത്തിൽ പഠിപ്പിക്കലാണല്ലോ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആദ്യം നമുക്ക് റോയൽറ്റി ടേബിളിലേക്ക് പോവുക, അതിലുള്ള എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എൻട്രിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എൻട്രി പഠിക്കാണ്ട് തന്നെ ടേബിൾ നോക്കിയാൽ തന്നെ എഴുതാൻ പറ്റും. എൻട്രി ബൈ ഹാർട്ട് ചെയ്തതിനേക്കാളും ബെറ്റർ റോയൽറ്റി ടേബിൾ വരച്ചതിന് ശേഷം അതിൻ്റെ എൻട്രിയിലേക്ക് പോകുന്നതാണ്. Okay, this is the format of royalty table. First column for year, second column for output or sale, third column for royalty, fourth column minimum rent, fifth column short working, sixth column surplus, and seventh and eighth column together short working.
seventh short working is divided into two. They are recoupable and next irrecoupable. Then next last amount paid to the landlord. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്കുള്ള എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ. സോ ഇയർ ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ 2 കോളം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് അതുപോലെ പകർത്തിയത്. അതായത് ഇയറോ ഔട്ട്പുട്ട് എന്തായാലും ക്വസ്റ്റ്യനിൽ പറയും. ദെൻ നെക്സ്റ്റ് നമ്മളെ കാൽക്കുലേഷൻ വരുന്നത് റോയൽറ്റി മുതൽ അങ്ങോട്ടേക്കാണ്. റോയൽറ്റി ഞാൻ പറഞ്ഞു 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ഔട്ട്പുട്ടിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽസിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഔട്ട്പുട്ടിന് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിന് ഇത്ര പെർസെൻറ്റേജ് എന്ന് ക്വസ്റ്റ്യനിൽ തരും. അതാണ് റോയൽറ്റിയിൽ ഓരോ ഇയറിൻ്റെ താഴത്തായി നമ്മൾ എഴുതേണ്ടത്. ദെൻ മിനിമം റെൻറ്റ് ക്വസ്റ്റ്യനിൽ പറയും. ദെൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ദെൻ ഷോർട്ട് വർക്കിംഗ് അങ്ങനെയാണ് വരുന്നത്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്ന കോളത്തിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് റോയൽറ്റീൻ്റെ എമൗണ്ടും അതിന് തൊട്ട് മുമ്പേയുള്ള 2 കോളായ റോയൽറ്റീൻ്റെ കോളവും മിനിമം റെൻറ്റിൻ്റെ കോളവും തമ്മിലുള്ള റിലേഷനാണ് ഷോർട്ട് വർക്കിങ്ങിൽ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് വർക്കിംഗ് ഇസ് ദ എക്സസ് ഓഫ് മിനിമം റെൻറ്റ് ഓവർ റോയൽറ്റി. മിനിമം റെൻ്റാണോ റോയൽറ്റിനേക്കാളും കൂടുതൽ വരുന്നത്, എത്രയാണോ കൂടുതൽ അതാണ് ഷോർട്ട് വർക്കിംഗ്. ദെൻ അല്ലെങ്കിൽ അത് സർപ്ലസ് ആയിരിക്കും. ദെൻ അപ്പോൾ ചില സമയം ഷോർട്ട് വർക്കിംഗ് നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റും, ചില സമയം റീകൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എത്രയാണോ നമ്മൾ റീകൂപ്പ് ചെയ്യുന്നത് അത് നമ്മൾ റീകൂപ്പൻ്റെ കോളത്തിലും, എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അത് ഇറീകൂപ്പൻ്റെ കോളത്തിലും. ലാസ്റ്റ് എത്ര എമൗണ്ടാണ് നമ്മൾ ഇയർലി ലാൻഡ് ലോഡിന് പേ ചെയ്യുന്നത് അത് എമൗണ്ട് പേടിച്ചത് ലാൻഡ് ലോഡ്. ഇതാണ് റോയൽറ്റി ടേബിളിൻ്റെ ഫോമാറ്റ്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരും. സോ ടിൽ ദെൻ ബൈ ബൈ.